നിങ്ങളോട് കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് താൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴേക്കും വഞ്ചിയിൽ കയറി തനിക്ക് മുൻപേ മറുകരയിലുള്ള ബെത്സയിദയിലേക്ക് പോകാൻ അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. ആളുകളോട് യാത്ര പറഞ്ഞ ശേഷം അവൻ പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് പോയി. വൈകുന്നേരമായപ്പോൾ വഞ്ചി നടുക്കടലിലായി. അവൻ തനിച്ച് കരയിലും. അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് അവൻ മനസ്സിലാക്കി. കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തെത്തി. അവരെ കടന്നുപോകാൻ ഭാവിച്ചു. അവൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട് അത് ഒരു ഭൂതമായിരിക്കുമെന്ന് കരുതി അവർ നിലവിളിച്ചു. അവരെല്ലാവരും അവനെ കണ്ട് പരിഭ്രമിച്ചു പോയി. ഉടനെ അവൻ അവരോട് സംസാരിച്ചു. ധൈര്യത്തോടെ ഇരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. അവൻ വഞ്ചിയിൽ കയറി. അപ്പോൾ കാറ്റ് ശമിച്ചു. അവർ ആശ്ചര്യഭരിതരായി. കാരണം അപ്പത്തെക്കുറിച്ച് അവർ ഗ്രഹിച്ചിരുന്നില്ല. അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന സുവിശേഷ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരികയാണ്, വെളിപ്പെടുത്തി തരികയാണ് യേശു ആരാണ്. ഇന്നലെ 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് അനേകരെ സംതൃപ്തരാക്കി. യേശുവിൻ്റെ ദൈവിക സ്വഭാവം, യേശു ദൈവമാണെന്ന് വെളിപ്പെടുത്തി തരുന്ന സുവിശേഷ ഭാഗങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്നത്. ഇതാ യേശു അപ്പമെല്ലാം വർദ്ധിപ്പിച്ച് അനേകരെ സംതൃപ്തരാക്കിയ ശേഷം മലയിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോകുന്നു. അവൻ ശിഷ്യന്മാരോട് പറയുന്നു, ബെത്സയിദയ്ക്ക് മറുകരയിലേക്ക് നിങ്ങൾ പോകുക. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, മർക്കോസ് സുവിശേഷകൻ പറയുന്നു, യേശു ശിഷ്യന്മാരെ നിർബന്ധിക്കുകയാണ്, നിങ്ങൾ പോവുക, നിങ്ങൾ അങ്ങോട്ട് പോവുക, വഞ്ചിയിൽ കയറി നിങ്ങൾ തുഴഞ്ഞു പോവുക. അവരൊരു വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോവുകയാണ്. സഭാപിതാക്കന്മാർ പറയുന്നത്, ദൈവം പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കും. നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെ, സംഭവങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോകും. ഇതൊരു വിശ്വാസ പരിശീലന കളരിയാണ് നമ്മുടെ ജീവിതം തന്നെ. ഈ ശിഷ്യന്മാർ വഞ്ചിയിൽ കയറി അവർ മറുകരയിലേക്ക് പോവുകയാണ്. ഏതാണ്ട് കടലിൻ്റെ നടുക്കെത്തി. ഇരുട്ടായി. അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി. അപ്പോഴാണ് പ്രതികൂലമായ ഒരു കാറ്റും കൂടി ഉണ്ടാകുക. ഒന്ന് ആലോചിച്ച് നോക്കുക, അവരുടെ അവസ്ഥ എന്താണ്. ഈ അവസ്ഥയെ സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത്, ഇത് തിരുസഭയുടെ അവസ്ഥയാണ്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അവസ്ഥയാണ്. ജീവിത തോണി തുഴഞ്ഞ് നമ്മളും മടുക്കുന്ന അവസരങ്ങളുണ്ടാകും. തിരുസഭയിലും ഇതുപോലെ എപ്പോഴും സുഖകരമായ ഒരു യാത്രയല്ല സഭയ്ക്ക് പീഡനങ്ങളെ നേരിടേണ്ടി വരും, സംഘർഷങ്ങളെ നേരിടേണ്ടി വരും, അരാജകത്വത്തെ നേരിടേണ്ടി വരും. സഭയിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും. നമുക്കറിയാം, നമ്മുടെ കേരള സഭയിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പ്രതിസന്ധികളുടെയും സംഘർഷങ്ങളുടെയും അരാജകത്വങ്ങളുടെയുമൊക്കെ നടുവിലേക്ക് ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാൾ മലയുടെ മുകളിൽ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുകൂടെ മർക്കോസ് സുവിശേഷകൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതയാത്രയിൽ ഈ നടുക്കടലിൽ ഇരുട്ടിൽ തുഴഞ്ഞ് ക്ഷീണിതരായി കാറ്റിനെ നേരിടുന്ന പല അനുഭവങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. അപ്പോഴാണ് ഈശോ വെള്ളത്തിന് മീതെ, കടലിന് മീതെ നടന്നു വരികയാണ്. ഈശോ അതെല്ലാം കാണുന്നുണ്ട്, അവരുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്നു. ഇത് വെളിപ്പെടുത്തി തരുന്നത്, കടൽ സുവിശേഷങ്ങളിൽ തിന്മയുടെ പ്രതീകമാണ്. കടൽ സുവിശേഷങ്ങളിൽ അന്ധകാരത്തിൻ്റെ, അരാജകത്വത്തിൻ്റെ പ്രതീകമാണ്.
ഈശോ വെള്ളത്തിന് മീതെ നടന്നു വരുന്നത് യേശുവിന് എല്ലാ തിന്മയുടെ മേലും എല്ലാ അരാജകത്വത്തിൻ്റെ മേലും ശക്തിയുണ്ട് എന്ന് തെളിയിക്കുകയാണ്. യേശുവിന് അതിൻ്റെ മുകളിലൂടെ നടക്കുവാൻ സാധിക്കും. പ്രകാശമാകുന്ന യേശുവിനെ ഒരു അന്ധകാരത്തിനും കീഴ്പ്പെടുത്തുവാൻ സാധിക്കുകയില്ല എന്ന് വചനം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. പക്ഷേ ശിഷ്യന്മാർക്ക് ഈശോയെ കണ്ടപ്പോൾ തിരിച്ചറിയാൻ സാധിച്ചില്ല. അത് ഭൂതമാണെന്ന് അവർ കരുതി. കാരണം അവരുടെ ഉള്ളിൽ ഭയമായിരുന്നു. നമ്മുടെ ഉള്ളിൽ ഭയം വന്ന് നിറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കും. നമ്മുടെ ഉള്ളിൽ ഭയം നിറയുമ്പോഴാണ് ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഉണ്ടാകുക. ദൈവത്തെ പോലും തിരിച്ചറിയുവാൻ അവർക്ക് സാധിച്ചില്ല. കാരണം അവരുടെ ഉള്ളിൽ ഭയമായിരുന്നു. ഉള്ളിൽ ഭയം നിറയുമ്പോൾ നമ്മുടെ ജീവിതം ഒത്തിരി ദുഷ്കരമായി തീരും. മറ്റുള്ളവരെ തിരിച്ചറിയുവാൻ സാധിക്കത്തില്ല. മറ്റുള്ളവരുടെ നന്മ കാണുവാൻ സാധിക്കത്തില്ല. സാഹചര്യങ്ങളെ തിരിച്ചറിയുവാൻ സാധിക്കത്തില്ല. നമ്മൾ ഒരു തെറ്റിദ്ധാരണയോടെ ആയിരിക്കും എല്ലാവരെയും കാണുക. ഈ അവസ്ഥയിലേക്കാണ് ഈശോ നടന്നു വരുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഭയം പലപ്പോഴും നമ്മളെ നിർവീര്യമാക്കും. നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്ന ഭയം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ ഇതാ ഈശോ അവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നു. ഈശോ വഞ്ചിയിലേക്ക് കയറുന്നു. ഈശോ വഞ്ചിയിൽ കയറിയപ്പോൾ എല്ലാം ശാന്തമായി. ഈശോ വഞ്ചിയിലേക്ക് കയറിയപ്പോൾ അവരുടെ ഉള്ളിൽ നിന്നും ഭയം നീങ്ങുവാൻ തുടങ്ങി. അവരോട് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, നിങ്ങൾ ഭയപ്പെടരുത്. ഭയം ഉള്ളിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ടപ്പോൾ അവർക്ക് ശാന്തതയുണ്ടായി. ഇന്ന് പലപ്പോഴും നമ്മളൊക്കെ ഒത്തിരി അസ്വസ്ഥരാകുന്നത്, നമ്മളൊക്കെ ഒത്തിരി ജീവിതത്തിൽ ടെൻഷൻ അടിക്കുന്നത് ഈ ഉള്ളിൽ കിടക്കുന്ന ഭയം കൊണ്ടാണ്. യേശു വഞ്ചിയിലേക്ക് കയറുമ്പോൾ, യേശു നമ്മുടെ ജീവിതത്തിൻ്റെ മധ്യത്തിലായിരിക്കുമ്പോൾ ഭയം വിട്ടുപോകും. അതാണ് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്. യേശു ദൈവമാണ്. ഏത് ഭയത്തെയും നീക്കുവാൻ ശക്തിയുള്ളവനാണ്. ഏത് കൊടുങ്കാറ്റിനെയും ശാന്തമാക്കുവാൻ ശക്തിയുള്ളവനാണ്. എത്ര പേർക്കും ഭക്ഷണം കൊടുക്കുവാൻ ശക്തനായവനാണ്. യേശു ദൈവമാണ് എന്ന് മർക്കോസ് സുവിശേഷകൻ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൻ്റെ തോണി തുഴഞ്ഞ് പലപ്പോഴും ക്ഷീണിച്ച് അവശരായിരിക്കുകയായിരിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് സംഘർഷങ്ങൾ, പ്രയാസങ്ങൾ, അരാജകത്വം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരി തിന്മകളുടെ ശക്തി കടന്നു വരുന്ന അനുഭവങ്ങളുണ്ടാകാം. എന്നാൽ യേശുവിനെ നമ്മുടെ തോണിയിലേക്ക് വിളിച്ച് കയറ്റുക. യേശുവിൻ നമ്മുടെ ജീവിതത്തെ കേന്ദ്രീകരിക്കുക. നമ്മുടെ ഭയം മാറും. നമ്മുടെ ജീവിതം സന്തോഷപ്രദമാകും, സമാധാനപ്രദമാകും. യേശുവില്ലാത്ത ജീവിതം നമുക്കൊരിക്കലും ശാന്തത നൽകുകയില്ല എന്ന് വചനം ഉറപ്പിച്ച് പറയുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യബലിയിലൂടെ ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത വഞ്ചിയിലേക്ക് കടന്നു വരികയാണ്, കയറി വരികയാണ്. നമുക്ക് ഈശോയെ സ്വീകരിക്കുവാനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുകയും ചെയ്യാം.